വളരെ എളുപ്പത്തിൽ ഒരുപാട് പേർക്കുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, പുട്ടിലേക്ക് വേണ്ട ഉപ്പ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു നുള്ളു വെള്ളം ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം കൂടി പോകരുത്. അതിൻ്റെ ശേഷം നമ്മൾ ഒരു 1.5 കപ്പോളം അരിപ്പൊടി, വറുത്ത് വെച്ച അരിപ്പൊടിയാണ് നെയ്സ് പത്തിരിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് ശരിക്കും നല്ല തരിതരിയായിട്ട് നമ്മളെ പുട്ടുപൊടിയായിട്ട് തന്നെ വരും. ഇത് കുഴച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കാം. ഞാൻ പണ്ടൊക്കെ ഇതേപോലെ ചോറ് ചേർത്തിട്ട് പത്തിരിപ്പൊടി പുട്ടുപൊടിയാക്കി മാറ്റലുണ്ട്. പക്ഷെ അത് ചോറൊന്ന് മിക്സിയിൽ അടിച്ച ശേഷം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കലായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിയും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും. പിന്നെ ഇത് കുഴക്കാനും ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയുടെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് പുട്ടുപൊടിയിൽ കുറച്ച് ചോറ് അധികം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. പക്ഷേ വെള്ളം അതിനൊരു കറക്റ്റായിട്ടുള്ള വെള്ളം തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കയ്യിലൊന്ന് പിടിയാക്കി നോക്കുക. അപ്പോൾ അതങ്ങനെ ഉണ്ടായിട്ട് വരും. എന്നാൽ പൊട്ടിച്ചാൽ നല്ലോണം പൊടിഞ്ഞ് തരിതരിയായിട്ട് തന്നെ മാറും ചെയ്യും. അതല്ലാതെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് പൊടിയാത്തൊരവസ്ഥ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം കൂടി പോയിട്ടായിരിക്കും. അല്ല ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെള്ളം കുറഞ്ഞതായിരിക്കും. അപ്പോൾ കറക്റ്റ് വെള്ളം എടുക്കുക. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതേപോലത്തെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ഏത് ഗ്ലാസ് വേണമെങ്കിൽ എടുക്കാം. നമ്മളിപ്പോൾ പുട്ടും കുറ്റി യൂസ് ചെയ്യാതെയുള്ള മെത്തേഡാണ്, നല്ല ഈസിയാണ്. അപ്പോൾ എന്നിട്ട് തേങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടിയിൽ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് പുട്ടിന് നല്ല ടേസ്റ്റും സോഫ്റ്റ്നെസ്സും സ്മെല്ലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇനി തേങ്ങേൻ്റെ മുകളിൽ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുകളിലും തേങ്ങ ഇട്ടിട്ട് നമ്മൾ സാധാരണ പണ്ടൊക്കെ മണ്ണപ്പം ചുടുന്ന മാതിരി നമ്മൾ ഇഡ്ഡലി തട്ട്, ഞാനവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട്, എൻ്റെ ഇഡ്ഡലി തട്ട് 4 കുഴിയുള്ളതാണ്. ഒരുപാട് കുഴികളുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരുപാട് പുട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ മറച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊന്തിച്ച് പതുക്കെ പൊന്തിച്ച് കൊടുത്താൽ മതി. വീണ് പോകുന്നില്ല കറക്റ്റായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ. സമയം വളരെ ലാഭമാണ്, ഗ്യാസും വളരെ ലാഭമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ചൂടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാ പുട്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുട്ട് എപ്പോഴും എനിക്ക് ബീഫ് കറീൻ്റെയും ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കഴിച്ചു നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.